പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രവചിക്കുന്ന പുതിയ പ്രഖ്യാപനങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുന്ന സൂചന നൽകിക്കൊണ്ട് ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറാനിയം ഉൾപ്പെടെയുള്ള ആണവ അവശിഷ്ടങ്ങൾ അമേരിക്ക കൈക്കലാക്കുമെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. വെറുമൊരു നയതന്ത്ര നീക്കത്തിനപ്പുറം ഇറാന്റെ ആണവശേഷിക്ക് മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായ അതിശത്വമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് ട്രംപിന്റെ ഈ വാക്കുകൾ. യാതൊരുവിധ പണമിടപാടുകളും കൂടാതെ തന്നെ ഈ ആണവ അവശിഷ്ടങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇതിനായി അമേരിക്കയുടെ കരുത്തുറ്റ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മേഖലയിലെ സഖ്യകക്ഷികളായ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ഇസ്രായേൽ ലെബനൻ സംഘർഷങ്ങളിൽ നിർണായകമായ വെടിനിർത്തൽ ധാരണകൾക്ക് വഴിയൊരുക്കുന്ന ഈ പുതിയ നയം ലോകത്തിന്റെ എണ്ണക്കടത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വങ്ങൾക്കും അറുതി വരുത്തുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാന്റെ ആണവ നിലപാടുകളിൽ ട്രംപ് കൊണ്ടുവന്ന ഈ മാറ്റം പശ്ചിമേഷ്യയിലെ സമാധാനം ഉറപ്പാക്കുമോ അതോ പുതിയൊരു സംഘർഷത്തിന് വഴിമരുന്നിടുമോ എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന സവിശേഷമായ നിലപാടുകൾ മേഖലയിൽ വലിയ ചർച്ചയാവുകയാണ്. വെറും സൈനിക നീക്കങ്ങൾക്കപ്പുറം കൃത്യമായ നയതന്ത്ര നിയന്ത്രണങ്ങളിലൂടെ മാറ്റം കൊണ്ടുവരാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ നീക്കങ്ങൾക്ക് ലെബനനുമായി ബന്ധമില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഇനി ലെബനനിൽ ബോംബാക്രമണം നടത്തില്ലെന്ന് ട്രംപ് അറിയിച്ചു. ലെബനിലെ സൈനിക നടപടികളിൽ നിന്ന് ഇസ്രായേലിനെ അമേരിക്ക വിലക്കിയിട്ടുണ്ടെന്നും ഒരു വെടിനിർത്തൽ അന്തരീക്ഷം നിലനിർത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം തന്റെ പ്രസ്താവനയിലൂടെ സൂചിപ്പിച്ചു. ലെബനിലെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിക്കുമ്പോഴും ഹിസ്ബുള്ള എന്ന സായുധ സംഘടനയോടുള്ള അമേരിക്കയുടെ നയത്തിന് വിട്ടുവീഴ്ചയില്ല. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അമേരിക്ക പ്രത്യേകമായി കൈകാര്യം ചെയ്യുമെന്നും അതിനായി ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതായത് മേഖലയിലെ സൈനിക സംഘർഷം ഒഴിവാക്കുമ്പോൾ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ നേരിട്ടുള്ള ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. ഇസ്രായേലും ലെബനനും തമ്മിൽ ഒരു 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായതായി നേരത്തെ റിപ്പോർട്ടുകൾക്കുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ 34 വർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ലെബനിലെ സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കുക എന്ന ഇരട്ട തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. ഇറാന്റെ ആണവ അവശിഷ്ടങ്ങൾ അമേരിക്ക പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം ഹിസ്ബുള്ളയ്ക്കും ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. തങ്ങളുടെ പ്രധാന സാമ്പത്തിക സൈനിക സ്രോതസ്സായ ഇറാനുമേൽ അമേരിക്ക കടുപ്പമേറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഹിസ്ബുള്ളയുടെ പ്രവർത്തനശേഷിയും സ്വാഭാവികമായി കുറയും. സൗദി അറേബ്യയും UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഈ സമാധാന ശ്രമങ്ങൾ വിജയിപ്പിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സിര എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിയുള്ള പിരിമുറുക്കങ്ങൾക്ക് അറുതി വരുത്തുന്നു എന്ന ശുഭസൂചനയാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ നൽകുന്നത്. ആഗോള വിപണിയിലെ എണ്ണ വിലയെയും സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഇറാന്റെ നിലപാടുകളും അതീവ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള തർക്കങ്ങളിൽ ഇറാൻ ഒരു പ്രതിരോധ ആയുധമായി ഉപയോഗിച്ചിരുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണിയായിരുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്കിനെ അടക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചതായി ട്രംപ് വ്യക്തമാക്കി. ലോകത്തിനെതിരെയുള്ള ഒരു ആയുധമാക്കി ഹോർമൂസ് ഇനി ഉപയോഗിക്കില്ലെന്ന ഇറാന്റെ ഈ ഉറപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര വിജയമാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട എണ്ണയുടെ 1/5 ഭാഗവും കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്ക് വഴിയാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് ഏക ആശ്രയം ഈ പാതയാണ്. ഹോർമൂസിനെ അടക്കില്ലെന്ന തീരുമാനം ആഗോള എണ്ണ വിപണിയിൽ സ്ഥിരത കൊണ്ടുവരുമെന്നും എണ്ണവില കുതിച്ചുയരാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇറാന്റെ ഈ പിന്മാറ്റത്തിന് പിന്നിൽ മേഖലയിലെ സമാധാന നീക്കങ്ങളും അമേരിക്കയുടെ കർശനമായ നിലപാടുകളും ഒരുപോലെ കാരണമായിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച ധീരമായ നിലപാടുകളെ ട്രംപ് പ്രത്യേകം പ്രശംസിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട എല്ലാ അനിശ്ചിതത്വങ്ങളും അവസാനിച്ചുവെന്നും മേഖലയിലെ വ്യാപാര പാതകൾ ഇനി സുരക്ഷിതമായിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. ചൈന, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണത്തിന് ഹോർമൂസ് കടലിടുക്ക് അത്യാവശ്യമാണ്. ഇറാന്റെ പുതിയ സഹകരണം വഴി പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള വിപണിയെ ബാധിക്കുന്നത് തടയാനാകും. നാറ്റോ സഖ്യത്തിന്റെ അനിവാര്യ ഇടപെടലുകളെ ട്രംപ് തള്ളിക്കളഞ്ഞതും മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വാസം വളരാൻ സഹായിച്ചു. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിൽ അമേരിക്കയുടെ പരമ്പരാഗതമായ സഖ്യകക്ഷികളോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം പ്രകടമാണ്. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നാറ്റോയെ കടന്നാക്രമിച്ച ട്രംപ് മേഖലയിൽ അറബ് രാജ്യങ്ങളുടെ നിലപാടിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. നാറ്റോ സഖ്യത്തിനെതിരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ട്രംപ് നടത്തിയത്. ആവശ്യമുള്ള സമയത്ത് യാതൊരു ഗുണവുമില്ലാത്ത വെറും കടലാസ് പുലിയാണ് നാറ്റോ എന്ന് അദ്ദേഹം തന്നെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ നിർണായക ഘട്ടങ്ങളിൽ നാറ്റോയിൽ നിന്നും കാര്യമായ സഹായം ലഭിക്കുന്നില്ലെന്ന അമർഷം അദ്ദേഹം പരസ്യമാക്കി. അവരുടെ കപ്പലുകളിൽ എണ്ണ നിറയ്ക്കാൻ മാത്രമാണ് സഹായം വേണ്ടതെങ്കിൽ അത്തരം സഖ്യങ്ങൾ തനിക്ക് ആവശ്യമില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. നാറ്റോയെ തള്ളിക്കളയുമ്പോൾ തന്നെ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന അറബ് രാജ്യങ്ങളെ ട്രംപ് അഭിനന്ദിച്ചു.
സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ ധീരതയ്ക്കും അവർ നൽകുന്ന ഉറച്ച പിന്തുണയ്ക്കും അദ്ദേഹം പ്രത്യേകമായി നന്ദി അറിയിച്ചു. മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ രാജ്യങ്ങളുടെ ഇടപെടൽ നിർണായകമാണെന്ന് അദ്ദേഹം അടിവരയിട്ടു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തെ ബാധിക്കുന്ന ഹോർമൂസ് കടലിടുക്കിനി അടക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചതിനു പിന്നിലും ഈ അറബ് രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലുകൾക്ക് വലിയ പങ്കുണ്ട്. ലോകത്തിനെതിരെ ഹോർമൂസ് ആയുധമാക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകിയതോടെ ആഗോള എണ്ണ വിപണിയിലെ ആശങ്കകൾ ഒഴിയുകയാണ്. ഈ നയതന്ത്ര വിജയത്തിന് അറബ് സഖ്യകക്ഷികളുടെ പങ്ക് ട്രംപ് തന്റെ പ്രസ്താവനയിലൂടെ ഊട്ടിയുറപ്പിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമാണോ അതോ ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് അമേരിക്കയെ നയിക്കുമോ എന്ന് കണ്ടറിയണം. ഇറാന്റെ ആണവ അവശിഷ്ടങ്ങൾ പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം ആഗോള തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചേക്കാം.